എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അലോക് ആരിനെ ആക്രമിക്കാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. വേണ്ടി വന്നാൽ അവനെ അങ്ങ് ഇല്ലാതാക്കിയേക്കാൻ തന്നെയാണ് അലോക് ഗുണ്ടകളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് പ്രകാരം ഗുണ്ടകൾ നാനാ വഴിക്കും പോവാണ്. അപ്പൊ ഇത് മറിഞ്ഞെന്ന് കേട്ട ആകാശിന് ഒരു കാര്യം വ്യക്തമായി. എത്രയും പെട്ടെന്ന് അലോകിനെ വിവരം അറിയിക്കണം. പിന്നീട് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പം അവിടെയാണ് ചെന്നിട്ടുമില്ല. അതിനുശേഷം ആനന്ദിനെ വിളിക്കുകയാണ്. അവൻ പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കലടാ, നമുക്ക് അന്വേഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആകാശിന് വല്ലാത്ത ടെൻഷനായിരുന്നു. ആകാശ് ആ സെക്കൻഡിൽ തന്നെ ആരിന് എത്താനുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കുകയാണ്. ആരിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കി. പക്ഷെ അവിടെയൊന്നും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞ്. എന്നാലും അവനിത് എങ്ങോട്ടായിരിക്കും പോയത്? വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ആനന്ദ് ഒരു ക്ലയന്റിനെ കാണാൻ പോയിട്ട് നടന്നു വരുമായിരുന്നു. അപ്പൊ ആരിനെ കുറിച്ച് കേട്ടപ്പോ തന്നെ വല്ലാത്തൊരു ടെൻഷനാണ് മനസ്സിലുള്ളത്. അവൻ എവിടെയായിരിക്കും പോയിരിക്കുന്നത്? ഒരു പക്ഷെ അവൻ സ്ഥിരമായിട്ട് പോയിരിക്കാറുള്ള ഒരാളിന്റെ ചുവടുണ്ട്. ഇനി അവിടെ കാണുമോ എന്നോർത്ത് ആനന്ദ് അങ്ങോട്ട് ചെല്ലുമ്പോ ആര്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് ഓടി വരുവാണ്. എടാ ആര്യ, നീ എന്താണ് ഇവിടെ ഇരിക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല, ബാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാ. ആനന്ദേട്ടൻ പോയിക്കോ, ഞാൻ പിന്നെ വന്നേക്കാന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ നീ എന്റെ കൂടെ വരാൻ പറയാണ്. ആര്യനോട് പറഞ്ഞില്ല ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്ന കാര്യം. അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിയാട്ടക്കാരനാ. ചിലപ്പോൾ മിക്കവാറും അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരിനോട് ആ കാര്യങ്ങളൊന്നും പറയാതെ ആനന്ദ് പറഞ്ഞു, ബാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആരിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ആകാശിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആരിനെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, അവൻ എന്റെ കൂടെ ഉണ്ട്, ഇനിയിപ്പൊ നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടോ ആരും ചോദിച്ചു, അല്ല എന്താ അനന്തയുടെ ആകാശനോട് പറഞ്ഞു നിൽക്കേ? ഒന്നുമില്ലാന്ന് പറയണ. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനോടൊന്ന് വിളിച്ചു പറഞ്ഞാന്ന് പറയും. ഓ അങ്ങനെ. പിന്നീട് ആകാശിനെയും കൂട്ടി ആനന്ദ് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ധർമ്മ നേരെ കൃഷ്ണമംഗലത്തിലേക്ക് പോയി. കൃഷ്ണമംഗലത്തിലേക്ക് കയറി ചെന്നാൽ അവിടുത്തെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ചെന്ന് കഴിയുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ബാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം. അപ്പോഴാണ് അനന്തന്റെ അച്യുതന്റെയും വരവ്. അവര് കണ്ടത് പറഞ്ഞു, ആഹാ വന്നല്ലോ. അങ്ങനെ നിന്നെ ഞാൻ നോക്കി നടക്കുമായിരുന്നു. എടാ ധർമ്മ, നീയും കൂടെ കൂടിയിട്ടാണ്ടോ ഈ ചതി ഏതെന്ന് ചോദിക്കും അച്യുതൻ. പെട്ടെന്ന് പറഞ്ഞു, ഏട്ടാ എനിക്കൊന്നും അറിയില്ലായിരുന്നു പറയാം. സത്യം പറയടാ, നിനക്കറിയാതെ പോത്തില്ല. ആ ആരിനും ബാലിനും ഒക്കെ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. നിന്റെ ചേച്ചീനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നീയല്ലേ ഒത്താശ ചെയ്തേ. അപ്പം മിക്കവാറും ഈ കാര്യത്തിൽ നിനക്ക് പങ്കുണ്ടായിരിക്കും. സത്യം പറയടാ, നീയും കൂടെ ചേർന്നിട്ടല്ലേ ഈ ചതി ഏതേന്ന് ചോദിക്കുക. എന്റെ ഏട്ടാ, എനിക്ക് യാതൊരു അറിവുമില്ല. ഇതേ മിത്രമോളെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം മാത്രം ഞാൻ ഈ കാര്യം അറിഞ്ഞത് തന്നെയെന്ന് പറയണം. കള്ളത്തരം പറയുന്നോടം ചോദിച്ചോണ്ട് അച്യുതൻ വന്നിട്ട് ധർമ്മനെ തല്ലാനും തുടങ്ങണം. പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് ഇരയിലേക്ക് കയറുന്നു. ചോദിച്ചു, എന്ത് പരിപാടി നീ കാണിക്കണെന്ന് ചോദിക്കുക. അതെ ഇവനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നേ, തല്ലാൻ തുടങ്ങുന്നേ? അതിനും ഇത്രയും ആരും തമ്മിൽ ഇഷ്ടത്തിലായി. അവര് പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിന് നീ ധർമ്മനെ തല്ലിയിട്ട് എന്താ കാര്യം ചോദിക്കുക. അതെ ഇവനെ തല്ലുവല്ലേ ചെയ്യണ്ടേ, ഇവനെ കൊല്ലുക ചെയ്യണ്ടേ. ഇത്രയും കാലം ആ ബാലന്റെ കാൽക്കീഴിൽ പോയി കിടന്നിട്ട് ഇപ്പോഴവൻ വന്നത് കണ്ടില്ലേ. മേലാല് ഈ പടിക്കകത്ത് കയറിയേക്കല്ലെന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ ആനന്ദായി പറയണെന്ന് ചോദിക്കും. പിന്നെ പറയാതെ ഇവനും കൂടെ കൂട്ടായി ചതി ചെയ്തേ. ഇവന് അവരോടല്ലേ കൂടല്ലേ, സ്വന്തം ചേട്ടന്മാരാ അല്ലെങ്കിൽ ചേട്ടന്റെ മോളാന്നൊരു പരിഗണനെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, ചേട്ടന്റെ മോള് മാത്രല്ല അവിടെയുള്ളത് എന്റെ ചേച്ചിയുടെ മോനും കൂടെയാ. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അതിന് ഇനിയിപ്പം വാളും പരിചയം ഒരു കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും അച്ഛനും പറഞ്ഞു, ഇവനിങ്ങനെയല്ലേ പറയത്തുള്ളൂ, അല്ലെങ്കിലും ഇവൻ ആ ബാലന്റെ കീഴിൽ കിടക്കുന്നോണ്ട് ബാലനോട് കൂറുണ്ടാവുള്ളൂ. നമ്മളൊക്കെ വെറുതെ എന്തിനേറെ പറയുന്നു. സ്വന്തം ചേട്ടനാ, സ്വന്തം ചോരയാന്നൊരു ചിന്ത പോലും ഇല്ലോടാ നിനക്ക്. മേലെ കൺമുന്നിൽ പോലും കണ്ടുപോയക്കല്, ഇറങ്ങി പോടാന്ന് പറഞ്ഞോണ്ട് ധർമ്മനെ പിടിച്ച് വെളിയിലേക്ക് തള്ളുവാണ്. ധർമ്മന് വല്ലാത്ത സങ്കടമായിപ്പോയി. ധർമ്മൻ ഒരിക്കലും നിന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ധർമ്മന് ഈ കാര്യങ്ങളൊന്നും അറിയാവുന്ന കാര്യങ്ങളല്ല. പിന്നീട് സങ്കടപ്പെട്ട് ദേവമംഗലത്തേക്ക് കയറി വരിക. ഈ സമയത്ത് മീനാക്ഷിയും ഗോമതിയോട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ധർമ്മൻ കരഞ്ഞോണ്ട് കയറി വരുന്നുണ്ടപ്പം പെട്ടെന്ന് ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ നീ കരയണേ നിക്കേ? ഒന്നുമില്ല ചേച്ചി, എന്തോ കാര്യമായിട്ടുണ്ട്. എന്താ കൃഷ്ണമംഗലത്തിൽ നിന്നപ്പോ അവിടെ നിന്നെ ആരും വഴക്ക് പറഞ്ഞു നിൽക്കേ? ഒന്നുമില്ല. എന്താണെങ്കിലും ഈ ചേച്ചിയോട് പറ. അതെ ഇനി അങ്ങോട്ട് കേരളെന്നോ എന്നോട് പറഞ്ഞേക്കുന്നേ. കേരളെന്നോ? അതെ, ഒന്നാമത്തെ കാര്യം അറിയാലോ അവരുടെ ദേഷ്യം എത്ര മാത്രമെന്ന്. അത് മാത്രല്ല ആരും ഇതുവരെയായിട്ടും സ്വർണം തിരികെ കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാനും കൂടെ കൂടിയിട്ടാണ് ഈ ചതി ചെയ്തേന്ന് അവര് വിചാരിച്ചോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ലല്ലോ ചേച്ചി. അവനിവിടെ ആര്യനിവിടെ മിത്രനെ വിളിച്ചോണ്ട് വന്നതിന് ശേഷമല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നേ. ഞാൻ അവനോട് അത് പറഞ്ഞു.
പക്ഷെ അവരൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാ. ദേടൻ ഗോമതി പറഞ്ഞു, ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് വെക്കുക. ചേച്ചി എന്താ പറഞ്ഞേ? ചേച്ചി കാരണമാണോ? കാരണമെന്നോ? അല്ല, അന്ന് ഇവിടെ കയറി വന്ന സമയത്ത് ഞാൻ അവരെ ഇറക്കി വിട്ടല്ലോ. ഇറക്കി വിടുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? മിത്രയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഇന്നീ വെല്ലുവിളികളും കൊലവിളികളും ഒന്നും നടക്കില്ലായിരുന്നു പറയാണ്. ആ സാരല്ല ചേച്ചി, പോട്ടെ. ചേച്ചി അറിഞ്ഞോണ്ടുള്ള കാര്യമല്ലോ എന്ന് പറയാ. ഈ സമയം മീനാക്ഷിക്ക് ഒരു കാര്യം മനസ്സിലായി. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മിക്കവാറും എല്ലാവരുടെ മുന്നിൽ മിക്കവാറും അമ്മയുടെ കള്ളത്തരം പൊളിയാനായിട്ട് ചാൻസ് ഉണ്ട്. അമ്മയ്ക്ക് കള്ളം മൂടി വെക്കാൻ അറിയത്തില്ല. അറിയാവുന്നാവും തുമ്പില് ആ രഹസ്യം അങ്ങോട്ട് വന്നു പോകും. ഈ സമയം അലോക് വിളിച്ചിട്ട് ഗുണ്ടകളോട് ചോദിച്ചു, എടാ അവനെ കണ്ടു കിട്ടിയോന്ന് ചോദിക്കാം. ഇല്ല, ഇവിടെയെങ്ങും അന്വേഷിച്ചു, ഇവിടെയെങ്ങും അവൻ ഇല്ലാന്ന് പറയണം. അന്നെങ്കിൽ അവൻ വീട്ടിലേക്ക് തിരികെ പോയി കാണും. എന്നാലും കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൈ കിട്ടണം. പറഞ്ഞ കേട്ടല്ലോ. ഉറപ്പായിട്ട് കിട്ടും മച്ചാനെ. മച്ചൻ ധൈര്യമായിട്ട് പൊക്കോ, അവന്റെ കഥ ഞങ്ങള് കഴിച്ചോളാം. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് പോവാണ്. ഈ സമയം ആര്യനെയും കൂട്ടിക്കൊണ്ട് ആനന്ദൻ വീട്ടിലേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പൊ ആര്യനോട് ഗോമതി പെട്ടെന്ന് ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നടാ? നിന്നെ ആകാശം അന്വേഷിച്ചായിരുന്നു, ഏതോ കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് എന്തോ. അതെ, ഞാൻ അപ്പുറം പുറത്തുണ്ടായിരുന്നു അമ്മയെന്ന് പറയണം. പുറത്താ എവിടെ? ഞാൻ ഈ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പുറത്തേക്കൊന്നും ഇറങ്ങിയതാ. എനിക്കെന്താ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ചോദിക്കുക. അതല്ലട മോനെ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ആരും പുറത്തിറങ്ങുന്നില്ലെന്ന് ചോദിക്കുക. ആൾക്കാരൊക്കെ അതും ഇതൊക്കെ ചോദിക്കൂലോ. വെറുതെ എന്തിനാ ആൾക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ പോയി നിന്നു കൊടുക്കുന്നേ? അതിനേക്കാളും പറഞ്ഞ് നിനക്ക് വീട്ടിലെവിടെ ഇരിക്കുന്നതല്ലേ. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, എന്ന് പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഇതേ അടുത്ത ദിവസം മുതൽ കോളേജിൽ പോണ്ടേന്ന് ചോദിക്കുക. ഈ സമയത്താണ് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലനയുടെ ആകെപ്പാടെ വിഷമത്തില, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ കൃഷ്ണമംഗലത്തിന് സ്വർണം കൊടുക്കണം. ആര്യനോട് പറഞ്ഞിട്ടാണെങ്കിൽ ആര്യനാണെങ്കിൽ ഒരു ചൂടുമില്ല, ഒന്നുമില്ല. അവനെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയെന്ന് ബാലന് മനസ്സിലായി. പിന്നീട് ബാലൻ വന്നിപ്പോ ഗോമതി ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുക. വേണ്ട, ചായ എനിക്കിപ്പോ വേണ്ട, ഞാൻ കടയിൽ നിന്ന് കുടിച്ചെന്ന് പറയാണ്. ഗോമതിക്ക് മനസ്സിലായി ബാലേട്ടൻ നല്ല ടെൻഷനിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ബാലേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് ആകാശം അങ്ങോട്ട് ചെന്നു. ആകാശിന്റെ ചോദിച്ചു, അല്ല നിന്നോട് ഞാൻ പറഞ്ഞു വിട്ട കാര്യം നീ ചെയ്തായിരുന്നു ചോദിക്കുക. അതച്ചാ എനിക്ക് അതിന്റെ ഇടയ്ക്കോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറയാം. അതേടാ, നിന്നെയൊക്കെ കടയിൽ പിടിച്ചിരുത്തി എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്. ആ വിനായകന്റെ കടയിൽ പോയി ലിസ്റ്റ് എടുക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല. ആരിനെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിനിടയിൽ ആ ലിസ്റ്റ് എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ മറന്നുപോയി. അല്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? ഒറ്റ ഒരുത്തമാരെ കൊള്ളത്തില്ല. ഞാൻ വലിയ അഭിമാനിച്ചിരുന്നു എന്റെ ആൺമക്കളെന്നും പറഞ്ഞോണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാം അവരുടെ ഒരു തോന്നിയാസം അല്ലേന്ന് പറയാണ്. ഈ സമയത്ത് ആര്യനും കൂടെ അങ്ങോട്ട് കയറുന്നു. ആര്യനെ കണ്ടതും ബാലനും കൂടി എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയായി ആ സ്വർണത്തിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അച്ഛാ, സ്വർണം എന്താണെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അവരോട് പറ, എന്നോട് വന്ന് ചോദിക്കാൻ പറ. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അതെ നിനക്ക് കുഴപ്പമില്ലായിരിക്കും, നീ വീടിനകത്തിരിക്കുന്നവനാ. പക്ഷെ നാളെ പുറത്തിറങ്ങി നടക്കേണ്ട ഞാനാ. ആൾക്കാരൊക്കെ എന്നോട് ഓരോ ചോദ്യങ്ങളായിട്ട് വരുന്നേ. ഇന്ന് തന്നെ കടയിൽ ഓരോരുത്തർ വന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അറിയാവോ, അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചിരിക്കേണ്ട ആളാ ഞാൻ. അത് മാത്രമല്ല, ഇനിയിപ്പോ സ്വർണം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അതും ഇതും പറഞ്ഞു വരുത്തും. ഇതേ ആ സ്വർണം കൊണ്ടാണ് വേണേ ജീവിക്കുന്നത് കൂടെ പറയും. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യ ആര്യ. അതുകൊണ്ട് എത്രയും ഇവിടെ നീ ആ സ്വർണം തിരികെ കൊടുക്കാൻ പറയണം. അച്ഛാ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ എന്റെ കയ്യിലില്ല, എനിക്ക് കുറെ ചെലവുണ്ടായിരുന്നു. ഇത് കേട്ടും പെട്ടെന്ന് ബാലൻ ചോദിച്ചു, ചെലവോ? എടാ ഈ 101 പവന്റെ സ്വർണം വിറ്റാണ് നീ എന്ത് ചെലവാ നടത്തിയെന്ന് ചോദിക്കുക. അതിന് ആര്യന് പ്രത്യേകിച്ച് ഒരു മറുപടി ഇല്ലായിരുന്നു. കാരണം ആര്യനെ സ്വർണം എടുത്തിട്ടില്ലോ. ഇനിയിപ്പൊ എടുത്തില്ലെന്ന് പറയാനും പറ്റില്ല. സത്യം പറയടാ, നിന്നോടാ ചോദിച്ചതെന്ന് പറയണ. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, അങ്ങനെ അങ്ങ് ചോദിക്ക് അളിയ, അല്ലേലും ഇവനോട് നേരം വേണം ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. കണ്ടില്ലേ ഇവൻ എന്തിനാ അത്രയും പേര് സ്വർണ്ണമൊക്കെ? അല്ല നിനക്ക് എന്തിനാണ് മിത്രയുടെ സ്വർണം? അതാ വീട്ടുകാർക്ക് തിരികെ കൊടുത്താരെ. നീ എന്താ സ്വർണം കണ്ടിട്ടാണോ മിത്രയുടെ കഴുത്തെ താലിയാർത്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആരും പറഞ്ഞു, ഇതേ മാമ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ. അനാവശ്യമല്ല പറഞ്ഞേ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? സ്വർണം എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതാ വീട്ടുകാർക്ക് അങ്ങ് തിരിച്ചു കൊടുത്താരെ. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ആരും പെട്ടെന്ന് പറഞ്ഞു, അതെ മാമന്റെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ബാലൻ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ആരടാ നീ ആരോടായി സംസാരിച്ചെന്നറിയാവോ? ദേ ധർമ്മൻ ഈ വീട്ടിലുള്ളവരാ. ഈ വീട്ടിലുള്ളവരല്ലാതെ പിന്നെ പുറമേ നിന്നുള്ളവർ നിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ചോദിക്കണം. ഇത് കേട്ടൻ ആര്യം പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്റെ കാര്യത്തിൽ കൂടുതൽ ആരും ഇടപെടാൻ വരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബാലൻ എന്ത് വേണം, ആരിനെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് ആ കയ്യിലേക്ക് ഓടി വന്ന് മിത്രം അങ്ങോട്ട് കയറി പിടിച്ചു. ബാലനും ഗോമതിയും നില ആരും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അങ്ങനെ ഒരു ട്വിസ്റ്റ്.
കയ്യിലേക്ക് കയറി പിടിക്കൂന്നുള്ളേ. പെട്ടെന്ന് ആ ഒരു നിമിഷം ആരിനെ തല്ലാൻ വന്നു കഴിഞ്ഞപ്പം അത് കണ്ട് സഹിക്കാൻ വയ്യാതെ ചെയ്ത കാര്യമാണത്. പക്ഷെങ്കില് ആരിന് മാത്രമല്ല ബാലിന് ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച കാര്യമല്ലോ. പെട്ടെന്ന് മിത്രയുടെ കൈയും കൂടി താണു. ബാലിനൊന്നും മിണ്ടിയില്ല. ബാലൻ കൈ ഒന്ന് താഴ്ച ബാലിനെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ആലോചിച്ചു, നീ എന്ത് ധൈര്യത്തിനാടി എന്റെ അച്ഛന്റെ കയ്യെ കയറി പിടിച്ചെന്ന് ചോദിക്കുക. ഞങ്ങൾ അച്ഛനും മോനുവാ, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അതിന്റെ ഇടയിലേക്ക് നീ വന്നാണ്ടല്ലോ, ദേ ഒന്നും ഞാൻ നോക്കല, അടിച്ചെന്റെ കർണം പോയിക്കെന്ന് പറയാം. ഈ സമയത്ത് ഗോമതി ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ ആര്യ നീ എന്തൊക്കെയാ പറയണേ? അല്ലാതെ ഇവിടുന്ന് കാണിച്ച പരിപാടി ഉണ്ടോ? അച്ഛന്റെ കൈ കയറി തടഞ്ഞു, അതിന് ഇവൾക്ക് ആരാ അവകാശം കൊടുത്തേക്കുന്നേ? ആരാ അധികാരം കൊടുത്തിരിക്കുന്നേ? ഇത് കേട്ടാ മിത്രയ്ക്ക് സങ്കടമായി. എന്നെ അടിക്കാൻ വന്നപ്പോ ചെയ്താണ്, അല്ലാതെ പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആരും അങ്ങോട്ട് പോവാണ്. മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഗോമതിയാണെങ്കിൽ ഒരു നിമിഷം ഞെട്ടി നിൽക്കുക. ഗോമതി മാത്രമല്ല മീനാക്ഷിയും. കാരണം അത്രയും വലിയ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നിരിക്കുന്നേ. ബാലിനെ കൈ കയറി തടുക്കാന്ന് പറഞ്ഞാൽ അതും ഇന്നലെ വന്ന മിത്ര ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിന് മാത്രമല്ല ഗോമതിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പെട്ടെന്ന് ഗോമതി വന്നിട്ട് പറഞ്ഞു, മിത്ര നീ ഇത് എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിച്ചു. അല്ല അതപ്പച്ചി ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷയല്ല, അത് പെട്ടെന്നുള്ള ഒരു ഇതില് ഞാൻ അങ്ങനെ അറിയാതെ അങ്ങോട്ട് ചെയ്തു പോയതാ. അത് മാത്രമല്ല അറിയാലോ എനിക്ക് ആരിനെ അടിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടും ഗോമതിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് ആരും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം തനിക്കും മീനാക്ഷിക്കും മിത്രയ്ക്കൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പത്തിനും ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുന്നത്. പക്ഷെ ബാലൻ ചിന്തിച്ചെന്താ, അവൾ അവന്റെ മേലെ അധികാരം എടുക്കുവാണ്. ഇനിയിപ്പം അച്ഛനൊന്നും വേണ്ട, ഭാര്യ മതിയെന്നൊരു ചിന്തയാ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചെന്നുള്ളത്. അങ്ങനെ വീണ്ടും കുടുംബത്തില് അലവരസങ്ങളൊക്കെ ഉണ്ടാകാൻ പോവാണ്. ഇനിയിപ്പോ ആ സ്വർണത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ല. ബാലൻ ഉണ്ടാക്കി കൊടുക്കുവോ അതോ ഇനിയിപ്പം ഇതിനെ കണ്ടെത്തുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.